കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇന്ന് വൻ സാമ്പത്തിക തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. ഹിമാചൽ പ്രദേശും കർണാടകയും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. പണ്ട് കോൺഗ്രസ് ഭരണകാലത്ത് ഭാരതം സാമ്പത്തികമായി തകർന്നടിഞ്ഞു. പക്ഷേ BJP വന്നപ്പോൾ ഇന്ന് നമ്മൾ ലോകത്തെ 5ാം സാമ്പത്തിക ശക്തിയായി വളർന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഏതാണ്ട് 4ാം സ്ഥാനത്താണ്. ഉടനെ നമ്മൾ 3ലേക്ക് എത്തും. നിർമ്മല സീതാരാമനെ പോലെയുള്ള സാമ്പത്തിക വിദഗ്ധയുടെ ദീർഘവീക്ഷണമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. സൗജന്യങ്ങളിലൂടെയല്ല, സദ്ഭരണത്തിലൂടെയാണ് വോട്ട് നേടി ഭരണ തുടർച്ച ഉറപ്പാക്കേണ്ടത് എന്ന നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാട് ഇതിൻ്റെ ചാലക ശക്തിയായി. ഭാരതത്തിൽ നിന്നും എന്നേക്കുമായി കോൺഗ്രസ് തൂത്തെറിയപ്പെടും എന്ന് വന്നപ്പോൾ ജനങ്ങൾക്ക് വൻ സാമ്പത്തിക സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചാണ് ചില സംസ്ഥാനങ്ങളിലെങ്കിലും അവർക്ക് അധികാരം പിടിക്കാൻ പറ്റിയത്. എന്നാൽ ഇന്ന് ആ സംസ്ഥാനങ്ങളൊക്കെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലാണ്. പഴയ പെൻഷൻ സമ്പ്രദായം തിരികെ കൊണ്ടുവരുമെന്ന് ഹിമാചലിലെ ആളുകളെ പറഞ്ഞ് മോഹിപ്പിച്ച് അവിടെ അധികാരത്തിൽ വന്നു. ഇന്ന് അവിടെ ആളോഹരി കടമുള്ള സംസ്ഥാനങ്ങളിൽ 2ാം സ്ഥാനത്താണ് ഹിമാചൽ പ്രദേശ് ഉള്ളത്. 9 പർവ്വത സംസ്ഥാനങ്ങളിൽ ഏറ്റവും മോശം സാമ്പത്തിക വ്യവസ്ഥ ഹിമാചൽ പ്രദേശിൻ്റേതാണ്. ശമ്പളം മുടങ്ങി, പെൻഷൻ മുടങ്ങി ഇന്ന് ആളുകൾ സമരം ചെയ്യുകയാണ്. ഇനി കോൺഗ്രസിൻ്റെ കർണാടകയിലേക്ക് വന്നാൽ സ്വർണ്ണഖനിയുള്ള സംസ്ഥാനമാണ്. അവിടെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി കുടിവെള്ളം, പാല്, പെട്രോള്, ഡീസൽ മുഴുവൻ സാധനങ്ങളുടെയും വില കുത്തനെ കൂട്ടി. വിരോധാഭാസം അതല്ല, പക്ഷേ ഒരു സാധനത്തിൻ്റെ വില അവർ കുറച്ചു. ഏതാണെന്നല്ലേ? മുന്തിയ ഇനം മദ്യങ്ങളുടെ വില. ചുരുക്കി പറഞ്ഞാൽ ആരും വെള്ളം കുടിക്കണ്ട, മറിച്ച് എല്ലാവരും വെള്ളം അടിച്ചോ എന്ന് പറയാതെ പറയുകയാണ് കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് സർക്കാരിൻ്റെ എതിരെ ഉദ്യോഗസ്ഥർ ശമ്പളത്തിന് വേണ്ടി സമരം ചെയ്യാൻ പോവുകയാണ് കർണാടകത്തിൽ. കേരളത്തിൻ്റെ പൊതുകടം 1 ലക്ഷം കോടി കഴിഞ്ഞു. എന്നാൽ ഇത്ര ജനസംഖ്യയില്ലാത്ത ഹിമാചൽ പ്രദേശിൽ അവിടെയും പൊതുകടം നമ്മളോടൊപ്പം 1 ലക്ഷം കോടിയായി മാറിയിരിക്കുകയാണ്. ഇനി ഇന്ത്യ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുമോ? ഒരിക്കലും പറ്റില്ല. 2047 ലോകത്തെ 1ാം ശക്തിയാവാൻ നമ്മൾ സ്വപ്നം കാണുകയാണ്. ജനാധിപത്യത്തിൽ ശക്തമായ പ്രതിപക്ഷം വേണം. പക്ഷേ കോൺഗ്രസിൻ്റെ സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റ് ഇങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJPയുടെ മുദ്രാവാക്യം സാക്ഷാത്കരിക്കപ്പെടാൻ ഇനി അധിക കാലമൊന്നും നമ്മൾ കാത്തിരിക്കേണ്ടി വരില്ല.